നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC ഈ മാസം നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ച GK ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് PSC നടത്തിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി, PSC നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം. ഇതിനകത്ത് ചോദ്യങ്ങൾ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കീയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയാണ്. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് TE വാസുദേവനാണ്. TE വാസുദേവൻ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടണിലാണ്. ഹാങ്ചു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലാണ് ലഭിച്ചത്? 107 മെഡലാണ് ഹാങ്ചു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നില്ല ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ SCERTയിലുള്ള ജോഡികൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായ ജോഡി ഓപ്ഷൻ D ആണ്. അനുശീലൻ സമിതിയാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളവ അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, ഗദ്ദാർ പാർട്ടി ലാലാ ഹാർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കൾ ആരൊക്കെയാ? ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങളും നേതാക്കളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും PSC ചോദിക്കുന്നത്. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, അനുശീലൻ സമിതി ഓർക്കുക, ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്, ഗദ്ദാർ പാർട്ടി ലാലാ ഹാർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. ഒറ്റൊരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യമാണിത്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ സിലബസ് കവറേജ് ആണ്. ഇനി LDCക്ക് കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഫുള്ളായിട്ട് തന്നെ കണ്ടു തീർക്കാം. ഇനി ഒട്ടും സമയം കളയരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് ഇനി പരീക്ഷയ്ക്ക് നിങ്ങളെ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് വിടണം ആ രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. LDC LGS സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നടന്നു വരുന്നു. ഇപ്പോൾ പുതിയൊരു ബാച്ചാണ് LDCക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഇനി ഒരു ബാച്ചിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കരുത്, കാരണം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന 1ഉം 3ഉം ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഉത്തരം C ആണ്, 1ഉം 3ഉം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏത്? ലിബുലേഖ് ചുരമാണ്. ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിബുലേഖ് ചുരം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 3ഉം ആണ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. SCERTയിലുള്ള ഫാക്ട് തന്നെയാണ് 1ഉം 3ഉം. ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? മില്യൺ ഷീറ്റിന്റെ തോത് ഓപ്ഷൻ D ആണ്. അടുത്ത ചോദ്യം, നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? റാബി. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത
വില്ലേജ് ഏത്? ഇടമലക്കുടി വില്ലേജ് ആണ്. പുറംപണി ഔട്ട്സോഴ്സിംഗുമായി ബന്ധമില്ലാത്തത് ഏത്? ഔട്ട്സോഴ്സിംഗുമായി ബന്ധമില്ലാത്തത് ഭൂപരിഷ്കരണത്തിനാണ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ബന്ധമുണ്ട്. സേവന മേഖല, ആഗോളവൽക്കരണം എന്നിവയ്ക്ക് ബന്ധമുണ്ട്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് എ ആണ്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഛോട്ടാ നാഗ്പൂർ ആണ്. ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏത്? ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് റിസർവ് ബാങ്ക്. 1950 സ്ഥാപിതമായി. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്. മൂന്നിനും ബന്ധമുണ്ട്. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023-24 യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. അത് രണ്ടുമാണ് ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആരംഭിക്കുന്നത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പിന്നിലെ ആദർശങ്ങൾ. ശരി. 1976 42-ാം ഭരണഘടനാ നിയമത്തിലൂടെ, ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലാർ എന്ന പദം കൂട്ടിച്ചേർത്തു. ശരി. ഇത് മൂന്നുമാണ് ശരി. നാലാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി? ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ഇതിവിടെ ഫ്രഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിൾ ആണ്? ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73-ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം സി ആണ്. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓക്കെ. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് നീതി ആയോഗ് ആണ്. UPSC ഭരണഘടനാ സ്ഥാപനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം, അറ്റോർണി ജനറൽ ഭരണഘടനാ സ്ഥാപനം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭരണഘടനാ ഭേദഗതിക്ക് ഈ നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്ത്? നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം എന്നതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണറാണ് നിയമിക്കുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്ത്? സ്നേഹപൂർവം. സ്നേഹപൂർവം. മുന്നേയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെ? ആദ്യത്തെ പ്രസ്താവന, കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം നെയ്ബർഹുഡ് ഗ്രൂപ്പ്, അയൽക്കൂട്ടമാണ്. ശരി.
വാർഡ് തലത്തിലെ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ശരിയാണ്. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. ശരി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ശരി. ഇവയെല്ലാം ശരിയാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എന്നാൽ എൻസൈം ആണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏത്? ഉത്തരം ലൈസോസൈം ആണ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്പെക്ട്രം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. കർണാടകയിലായിരുന്നു അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. SCERT ഫാക്റ്റ് ആണ്. ജീവിതശൈലി രോഗങ്ങൾ ഫാറ്റി ലിവറും പ്രമേഹവും ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത്, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ D, എല്ലാം ശരിയാണ്. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ: ആദ്യത്തെ പ്രസ്താവന 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ചു. ശരിയാണ്. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ശരി. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ശരി. എല്ലാം ശരിയാണ്. X എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? 3 ഷെല്ല് ഉണ്ട് എന്ന് പറഞ്ഞാൽ K, L, M എന്നീ 3 ഷെല്ല്. അതുപോലെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇത് ഉൾപ്പെടുന്നത് 1-ാം ഗ്രൂപ്പിലായിരിക്കും. ഓപ്ഷൻ B ആണ്. 3 ഷെല്ലല്ലേ, അപ്പൊ മൂന്നാം പീരീഡ് 1-ാം ഗ്രൂപ്പ്. അടുത്ത ചോദ്യം, വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. SCERT ഫാക്ട് തന്നെയാണ് 2ഉം 3ഉം. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക. രസതന്ത്ര നൊബേൽ പ്രൈസ് നൽകിയത് ഏതു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനത്തിനുമാണ് പുരസ്കാരം നൽകിയത്. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം ചോദിച്ചത് ഇവരുടെ സബ്ജക്റ്റുമായിട്ട്, പോലീസ് ഡ്രൈവറിന്റെ എക്സാം ആണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി ഇത് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച കമ്പ്യൂട്ടർ ചോദ്യങ്ങളും അതുപോലെ പോക്സോ നിയമപ്രകാരം സുപ്രധാന നിയമത്തിലെയും ക്വസ്റ്റ്യൻസ് നോക്കാം. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ആൺപെൺ വ്യത്യാസമില്ലാതെ ഏതൊരു വ്യക്തിയെയും കുട്ടിയായി കണക്കാക്കുന്നു. 2012 പോക്സോ നിയമത്തിലെ ഏതു വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം 2012 പോക്സോ നിയമത്തിലെ സെക്ഷൻ 4. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് എന്ത് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്? ഉത്തരം വകുപ്പ് 66 പ്രകാരം. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് വകുപ്പ് 66 പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? വിവരങ്ങളിൽ ഉൾപ്പെടാത്തത് പ്രോസസ്സ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ലോഗ് ബുക്ക് വിവരങ്ങളിൽ ഉൾപ്പെടുന്നു. സർക്കുലറുകൾ ഉൾപ്പെടുന്നു. ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ മെറ്റീരിയൽ ഉൾപ്പെടുന്നു. അടുത്തത്, വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ
ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താനാവുന്നതാണ്. ഏത് സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ പ്രസ്താവന ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എ, ഈ പ്രസ്താവന ശരിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ജനറൽ PSCക്ക് വേണ്ട ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ ഇവരുടെ സബ്ജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.